പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിപ്പോൾ നിൽക്കുന്നത് ചമ്പക്കുളം പള്ളിയുടെ ഫ്രണ്ട് വശത്താണ്. അപ്പോൾ ചമ്പക്കുളം പള്ളിയെക്കുറിച്ചുള്ള വിശേഷങ്ങളും കാര്യങ്ങളും നമ്മുടെ വീഡിയോയിൽ പങ്കുവയ്ക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളാരും സ്കിപ്പ് ചെയ്യാതെ ഈ വീഡിയോ കാണുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. AD 427 ചമ്പക്കുളം പള്ളി നിർമ്മാണം തുടങ്ങിയത്. ചേരമൻ രാജ പെരുമാളിൻ്റെ കാലത്താണ് പള്ളി നിർമ്മിക്കുന്നത്. ചെമ്പകശ്ശേരി രാജാക്കന്മാരും പള്ളി പണിയുന്നതിനെ സഹായിച്ചിട്ടുണ്ട്. അമ്പലപ്പുഴ ക്ഷേത്രവുമായി പള്ളിക്ക് ധാരാളം ബന്ധമുണ്ട്. നിർമ്മാണത്തിൻ്റെ കാര്യത്തിൽ ഒരു വ്യത്യസ്തത കൊണ്ടുവരാൻ ചമ്പക്കുളം പള്ളി പണിത തച്ചന്മാരും രാജാക്കന്മാരും ശ്രദ്ധിച്ചിരുന്നു. ശ്രീലങ്കയിൽ നിന്ന് വന്ന കലാകാരന്മാരാണ് ചമ്പക്കുളം പള്ളിയിൽ വരച്ചിരിക്കുന്ന പെയിൻറ്റിങ് ചെയ്തിരിക്കുന്നത്. എല്ലാ വർഷവും ഒക്ടോബർ 15 നടക്കുന്ന മാതാവിൻ്റെ തിരുനാൾ, മാർച്ച് 19 നടക്കുന്ന ഔസേപ്പിതാവിൻ്റെ മരണ തിരുനാൾ എന്നിവ ചമ്പക്കുളം പള്ളിയിലെ പ്രധാന തിരുനാളാണ്. കേരളത്തിലെ 9 ദേവാലയങ്ങളിൽ ഒന്നുകൂടിയാണ് ചമ്പക്കുളം വലിയ പള്ളി. 9 ദേവാലയങ്ങളിൽ ഏറ്റവും പുരാതനമായ ദേവാലയമാണ് ചമ്പക്കുളം വലിയ പള്ളി. ക്രിസ്തുമത വ്യാപന സമയത്ത് തോമസ് ലീഗ സ്ഥാപിച്ച പള്ളികളിൽ ഒന്നാണ് ചമ്പക്കുളം വലിയ പള്ളി. ഇടപ്പള്ളി പള്ളി, എടത്തുവപ്പള്ളി, കുറവിലങ്ങാട് പള്ളി എന്നീ പള്ളികൾ സ്ഥാപിതമായത് ഒരേ സമയത്താണ്. ആലപ്പുഴ ജില്ലയിൽ കുട്ടനാടുള്ള തീർത്ഥാടന കേന്ദ്രമായ 9 ബസലിക്കകളിൽ ഒന്നായ ഏറ്റവും പുരാതനമായ റോമൻ കത്തോലിക് ബസലിക്കയാണ് ചമ്പക്കുളം വലിയ പള്ളി. അതിപുരാതനമായ ഈ പള്ളി പണിതത് ഏതാണ്ട് 1000 വർഷങ്ങൾക്ക് മുമ്പാണ്. ഇന്ന് കാണുന്ന ഈ പള്ളി പമ്പയുടെ തീരത്ത് തലയെടുപ്പോടെ ഇപ്പോഴും പ്രൗഢഗംഭീരമായി നിലനിൽക്കുന്നു. ഏതാണ്ട് പള്ളി പണിത സമയത്ത് 20ഓളം ചവിട്ടുപടികൾ ഉണ്ടായിരുന്നതായാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. ഇന്ന് അതെല്ലാം മണ്ണിനടിയിൽ ആയിപ്പോയി. പമ്പയുടെ തീരത്താണ് ചമ്പക്കുളം പള്ളി നിലനിൽക്കുന്നത്. യേശുവിനെ കുരിശിൽ തറച്ച ആണിയുടെ അംശം ഇപ്പോഴും ഇവിടെ ഉണ്ടെന്ന് ഇവിടുത്തെ ഇടവകാംഗങ്ങളും വിശ്വസിക്കുന്നു. ചങ്ങനാശ്ശേരി രൂപതയുടെ ആദ്യ ദേവാലയമാണ് ചമ്പക്കുളം വലിയ പള്ളി. നാലാം നൂറ്റാണ്ടിലാണ് ചമ്പക്കുളം പള്ളി പണിതത് എന്നാണ് വിശ്വാസം. ചമ്പ ഭഗവതിയുടെ ക്ഷേത്രം ഉള്ള ഇടം എന്നാണ് ചമ്പക്കുളം എന്ന പേര് വരാൻ കാരണം. എന്നാൽ ഇത് കൃത്യം ആണോ എന്ന് ഇപ്പോഴും ഉറപ്പില്ല.
ചമ്പക്കുളം പള്ളിയിൽ ആയിരക്കണക്കിന് ടൂറിസ്റ്റുകളാണ് ദിവസവും എത്തിച്ചേരുന്നത്. ഈ പള്ളിയുടെ പേരും പെരുമയും ലോകം മുഴുവൻ വ്യാപിച്ചു കിടക്കുകയാണ്. അതുപോലെ ചമ്പക്കുളം പള്ളിയിലെ ഏറ്റവും പ്രശസ്തമായ ഒരു ഇതാണ് സാമ്പാർ തോണി. നമ്മുടെ കൊടിയേറി കഴിയുമ്പോൾ തിരുനാളിന് സാമ്പാർ ഇതിലാണ് ഒഴിച്ചു വെക്കുന്നത്. അങ്ങനെയാണ് ഇതിന് സാമ്പാർ തോണി എന്ന് പേര് വന്നത്. അപ്പോൾ ചമ്പക്കുളം പള്ളിയുടെ ഈ ചെറിയ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. നല്ലൊരു ശുഭരാത്രി നേർന്നുകൊണ്ട് ബൈ ബൈ, സീ യു.